ഇന്ന് പുറത്തു വന്ന IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. രാജസ്ഥാൻ്റെ ഏപ്രിൽ 17 മാച്ച് മാറ്റിവെച്ചിരിക്കുകയാണ്. സ്റ്റേഡിയത്തിലെ സുരക്ഷാ ഭീഷണിയെ മുൻനിർത്തിയാണ് മാച്ച് മാറ്റിയിരിക്കുന്നത്. 17-ാം തീയതി നടക്കേണ്ടിയിരിക്കുന്ന രാജസ്ഥാൻ കൊൽക്കത്ത മാച്ചാണ് 16-ാം തീയതിയിലേക്ക് BCCI മാറ്റിവെച്ചിരിക്കുന്നത്. 17-ന് കൊൽക്കത്തയിൽ ശ്രീരാമനവമിയാണ്. അതുകൊണ്ട് അവിടെ സുരക്ഷാ ഭീഷണി ഉണ്ടെന്നാണ് BCCI പറയുന്നത്. സ്റ്റേഡിയത്തിൽ വേണ്ടത്ര പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏപ്രിൽ 17-ന് കൊൽക്കത്ത രാജസ്ഥാൻ മാച്ച് 16-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം തന്നെ ഡൽഹി ഗുജറാത്ത് മത്സരം 17-ന് നടത്തും. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. CSKയുടെ എല്ലാം അത് ധോണിയാണ്. ധോണി ഇല്ലെങ്കിൽ ചെന്നൈയില്ല. ഋതുരാജ് ക്യാപ്റ്റനായാലും ഫീൽഡ് സെറ്റും മറ്റും ചെയ്യുന്നത് ധോണിയാണ്. ഋതുരാജിനെ എല്ലാ കാര്യങ്ങളും ധോണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴിതാ CSK ടീമിനെ പണി കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ഡൽഹിയുമായുള്ള മാച്ച് കഴിഞ്ഞ് ധോണി കാല് വലിച്ചു വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വീഡിയോ CSK തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ധോണിക്ക് നടക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ധോണി നേരത്തെ തന്നെ കാലിന് ശസ്ത്രക്രിയ ചെയ്തതാണ്. ചെന്നൈ ഫാൻസിൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ധോണി ഈ സീസൺ കളിക്കുന്നത്. പക്ഷേ താരത്തിന് കളിക്കിടയിൽ പരിക്ക് പറ്റിയിരിക്കുകയാണ്. ധോണി ചിലപ്പോൾ അടുത്ത മാച്ചിൽ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ധോണിക്കൊന്ന് ശരിക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ധോണിക്ക് കളിക്കളത്തിൽ കീപ്പറാകാൻ സാധിക്കില്ല. ധോണി പുറത്തായാൽ അത് ചെന്നൈക്ക് തിരിച്ചടിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീമിൽ വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം തന്നെ തകർന്നിരിക്കുകയാണ്. ഇപ്പോഴിതാ മുംബൈ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. പാണ്ഡ്യ ക്യാപ്റ്റൻസിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ്. ഇന്നലെ രാജസ്ഥാനുമായിട്ട് തോറ്റ ശേഷം മുംബൈ മാനേജ്മെൻറ്റ് രോഹിത് ശർമ്മയുമായിട്ട് മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. രോഹിത് ശർമ്മ തിരിച്ച് ക്യാപ്റ്റൻസിലേക്ക് വരുമെന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മാച്ചിലായിരിക്കും രോഹിത് ശർമ്മ തിരിച്ച് ക്യാപ്റ്റനാകുന്നത്. എന്തായാലും ഉടനെ തന്നെ ഒരു ക്യാപ്റ്റൻസി മാറ്റം മുംബൈ ടീമിൽ പ്രതീക്ഷിക്കാം.